Hey, hello, welcome back to my channel. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദ ഡിഫൻഡർ. അപ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ ഒരു ഡിഫൻഡർ എന്നല്ലേ? മറ്റൊന്നുമല്ല, നമ്മുടെ ഏജിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മിനിമൈസ് ചെയ്യാൻ, അതായത് ആൻറ്റി ഏജിങ് ആയിട്ടുള്ള ഒരു ക്രീമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഏത് ബ്രാൻഡാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ കോൺഷ്യസ് കെമിസ്റ്റിൻ്റെ ദ ഡിഫൻഡർ, അതായത് 99% ദ ഡിഫൻഡർ എന്നാണ് ഇതിന് പറയുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, അതായത് അല്ലെങ്കിൽ 8 വീക്സിനുള്ളിൽ തന്നെ നമുക്ക് റേഡിയൻ്റ് ആയിട്ടുള്ള, അതോടൊപ്പം തന്നെ യങ്ങർ ആയിട്ടുള്ള ഒരു സ്കിന്നായിരിക്കും നമുക്ക് ഈ ഒരു ക്രീം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന ഇൻഗ്രീഡിയൻറ്റ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ റെറ്റിനോൾ ആണ് കേട്ടോ. റെറ്റിനോൾ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ പ്രീമെച്യൂർ ഏജിങ് സൈൻസും കാര്യങ്ങളൊക്കെ നല്ലോണം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഇതിൽ മറ്റ് അനവധി ഇൻഗ്രീഡിയൻസും ഇൻക്ലൂഡ് ആണ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്രീമിൻ്റെ ഡീറ്റെയിലിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്ന് നോക്കുകയാണെങ്കിൽ ഫോർ ഓൾ സ്കിൻ ടൈപ്പ്, എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു യൂണിസെക്സ് ആയിട്ടുള്ള ഒരു ക്രീമാണ്. സോ ബോത്ത് മെൻ ആൻഡ് വുമന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്രീമാണ്. അതോടൊപ്പം തന്നെ ഏത് ടൈമിലാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ നൈറ്റിൽ വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന വ്രിങ്കിൾസും ഫൈൻ ലൈൻസും അതുപോലെ തന്നെ സാഗിങ്, ദെൻ കുറേ അധികം മാർക്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ യങ്ങർ ആയിട്ടുള്ള, റേഡിയൻ്റ് ആയിട്ടുള്ള, ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു സ്കിന്നാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതേപോലത്തെ ഒരു ട്യൂബ് ബേസ് ആയിട്ടുള്ള ഒരു പാക്കേജിങ്ങിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഫ്രാഗ്രൻസ് ഇൻക്ലൂഡ് അല്ല. ടെക്സ്ചർ വൈസ് ഞാൻ കാണിച്ചു തരാം. വളരെ കണ്ടില്ലേ, ഒട്ടും തന്നെ തിക്കില്ല, വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്രീമി ടെക്സ്ചറാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ അബ്സോർവ് ആവും. മെയിനായിട്ട് വന്നിട്ടുള്ളത് റെറ്റിനോളാണ് കേട്ടോ. റെറ്റിനോളിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോണും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടി സഹായിക്കും. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഹീറോ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റെറ്റിനോളാണ് കേട്ടോ. റെറ്റിനോൾ എപ്പോഴും നമ്മളെ സഹായിക്കുന്നത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോണും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി സഹായിക്കും. അതോടൊപ്പം തന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ നല്ല അമേസിങ് ആയിട്ടുള്ള ഒരു പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട് കേട്ടോ. ഫ്രാഗ്രൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ മൾട്ടി പെപ്റ്റൈഡ് ഉണ്ട്. സോ മൾട്ടി പെപ്റ്റൈഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ടൈറ്റൻ ചെയ്യും കേട്ടോ. അതായത് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ടൈറ്റൻ ആക്കി വെക്കും. ടൈറ്റൻ ആക്കിയാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സ്കിന്ന് സാഗിങ് ഒന്നും ഇല്ലാണ്ട് നല്ല യൂത്ത്ഫുൾ ആയിട്ട് നിൽക്കുകയുള്ളൂ. സാഗിങ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, വലിഞ്ഞ് തൂങ്ങിക്കിടക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് ടൈറ്റനിങ് ഇല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഏജിങ് ഒക്കെ ആയിട്ട് ഏജിങ് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വൈസ് ബെനിഫിറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിൽ വന്നിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മറൂല ഓയിൽ. സോ ഈ ഇതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് കൊണ്ടിട്ട് നമുക്ക് കിട്ടുന്ന ഹൈഡ്രേഷൻ ആൻഡ് മോയ്സ്ചറൈസേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ഹൈഡ്രേഷനും മോയ്സ്ചറൈസേഷനും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സ്കിന്ന് ഒന്നുകൂടെ ഏജിങ് ഒന്നും ഇല്ലാണ്ട് നല്ല സോഫ്റ്റ് ആൻഡ് യങ്ങർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ഡ്രൈ ആയിരിക്കുന്ന ഒരു സ്കിൻ എന്ന് വെച്ചാൽ ഭയങ്കര ഡ്രൈ ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കാം ഏജിങ്, അതായത് പ്രീമച്യൂർ ഏജിങ് എന്ന് പറയുന്ന സംഭവം ഭയങ്കര കൂളായിരിക്കും. അപ്പോൾ ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് പ്രീബയോട്ടിക് കോംപ്ലക്സ് ആണ്. അപ്പോൾ ഈ ഒരു പ്രീബയോട്ടിക് കോംപ്ലക്സിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഏജിങ് സൈൻസും കാര്യങ്ങളൊക്കെ അതിന് അഗൈൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഈ ഒരു ക്രീം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് നമ്മൾ ഡേ ടൈമിൽ SPF യൂസ് ചെയ്തിരിക്കണം. SPF എന്ന് വെച്ചാൽ നമ്മുടെ സൺസ്ക്രീൻ, അതായത് റെറ്റിനോൾ നമ്മൾ യൂസ് ചെയ്താൽ മസ്റ്റായിട്ടും ഡേ ടൈമിൽ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം. ഇനിയിപ്പോൾ SPF അല്ല, റെറ്റിനോൾ യൂസ് ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ മസ്റ്റായിട്ടും സ്കിപ്പ് ചെയ്യാണ്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ മൈൻഡിൽ കീപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ സൺസ്ക്രീൻ ആരും ഒഴിവാക്കരുത്. വേക്കപ്പ് ടു എ സ്മൂത്ത് ആൻഡ് ഫേം സ്കിൻ. ദിസ് പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള പാക്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ കോമ്പിനേഷൻ ഓഫ് പെപ്റ്റൈഡ് കോംപ്ലക്സ് ആണ്. അതോടൊപ്പം തന്നെ സപ്പോർട്ടീവ് അമിനോ ആസിഡ്സ് ഇൻക്ലൂഡ് ആണ് ആൻഡ് എൻകാപ്സുലേറ്റഡ് റെറ്റിനോൾ ഉണ്ട്. ദറ്റ് ഹെൽപ്സ് ഇൻ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ നല്ലോണം ഇമ്പ്രൂവ് ചെയ്യും. ആ ഒരു സ്കിൻ ടെക്സ്ചറിൻ്റെ ടോണൊക്കെ അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോണൊക്കെ മാറ്റാൻ, അതോടൊപ്പം തന്നെ ഈവൻ സ്കിൻ ടോൺ ആയിരിക്കും നമുക്ക് നൽകുന്നത്. നമ്മൾ മസ്റ്റായിട്ടും ഡേ ടൈമിൽ SPFും കൂടെ യൂസ് ചെയ്തിട്ടുണ്ടാവണം ഈ ഒരു റെറ്റിനോൾ ക്രീം യൂസ് ചെയ്യുമ്പോൾ. വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ സെൽ റിന്യൂവൽ ക്രീമാണ്. ഈവൻ ടോൺഡ് ആയിട്ടുള്ള സ്മൂത്ത് ആൻഡ് യങ്ങർ ലുക്കിംഗ് സ്കിന്നായിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റിമുലേറ്റ് കോളജൻ പ്രൊഡക്ഷൻ, അതായത് കോളജൻ പ്രൊഡക്ഷൻ നല്ലോണം സ്റ്റിമുലേറ്റ് ചെയ്യും. ഏജിങ് സ്പോട്ടും അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോണൊക്കെ റെഡ്യൂസ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഡ്രൈനെസ് ഒക്കെ ഇല്ലാണ്ടാക്കാനും. പിന്നെ സ്യൂട്ടബിൾ ഫോർ ഓൾ ഏജ് ഗ്രൂപ്പ്സ് കേട്ടോ. അതായത് 19 വയസ്സിന് മുകളിലോട്ടുള്ള ആർക്കും യൂസ് ചെയ്യാം. യൂണിസെക്സ് ആയിട്ടുള്ള ഒരു ക്രീമാണ്. നമ്മുടെ സ്കിൻ ഗ്ലോ ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈറ്റ് വെയ്റ്റ് ആണ്, പെട്ടെന്ന് തന്നെ അബ്സോർവ് ചെയ്യും, എഫക്റ്റീവ് ആണ്, നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്.
പാക്കേജിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന പാകത്തിനാണ്. അതോടൊപ്പം തന്നെ ഈസി ടു ഓപ്പൺ. പിന്നെ നോക്കുകയാണെങ്കിൽ ട്രാവൽ ഫ്രണ്ട്ലി ആണ്. നമ്മൾ നൈറ്റ് ടൈമിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. സാഗിങ് ഒക്കെ നമുക്ക് റിഡ്യൂസ് ചെയ്യാനൊക്കെ സഹായിക്കും. പിന്നെ ഹാംഫുൾ ആയിട്ടുള്ള ടോക്സിക് ഒന്നും ഇല്ല കേട്ടോ. അതൊന്നും വറുത്ത് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മെയിനായിട്ടുള്ള എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വൈസ് നോക്കുകയാണെങ്കിൽ റെറ്റിനോൾ, മൾട്ടിപെപ്റ്റൈഡ്, മറുള ഓയിൽ ആൻഡ് പ്രീബയോട്ടിക് കോംപ്ലക്സ് ഒക്കെയാണ്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 649 രൂപയാണ്. ആമസോണും ഫ്ലിപ്പിലും അതുപോലെ തന്നെ ഇവരുടെ സൈറ്റിലൊക്കെ ഇപ്പോൾ ഓഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു 649 രൂപ കൊടുത്ത് വാങ്ങണം എന്നില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള, ഗ്ലോയിങ് ആയിട്ടുള്ള, യങ് ആയിട്ടുള്ള ഒരു സ്കിന്ന് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. കോൺഷ്യസ് കെമിസ്റ്റിൻ്റെ ദ ഡിഫൻഡർ, അതായത് റെറ്റിനോൾ പെപ്റ്റൈഡ് ക്രീമിനെ കുറിച്ചിട്ടുള്ള ഇന്നത്തെ റിവ്യൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.